എല്ലാമുള്ള ദൈവത്തിന് എന്തിനാടോ പണം, എല്ലാം നമുക്കുള്ളതാ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ മോഹൻലാൽ സിനിമ അദ്വൈതത്തില് സോമൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം, അതെല്ലാം നമുക്കുള്ളതാ. പക്ഷെ ചുമ്മാ കൈയിട്ട് വരാനൊക്കില്ല, ബുദ്ധി ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കണക്കുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതായത് സംഘടിതമായി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയുള്ള സ്വർണ്ണക്കൊള്ള ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഏറ്റവും ഉദാഹരണം ഈ സിനിമ തന്നെയാണ്. കാരണം ഈ സിനിമയിൽ ഒരിക്കലും ആ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കത്തില്ല. കാരണം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കത്തുമില്ല. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ ജീവിക്കുന്ന കാലഘട്ടവുമായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ സിനിമയ്ക്ക് അത്രയും ജനപ്രീതി കിട്ടുന്നത്. പറയാൻ വന്നത് അതൊന്നുമല്ല. ഈ പറയുന്ന ശബരിമലയിൽ ഇത്രയും സുരക്ഷ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, കോടതിയുടെ മേൽനോട്ടം നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ആസൂത്രിതമായി സംഘടിതമായി ഗൂഢാലോചന നടത്തി ഒരു വലിയ സ്വർണ്ണ കൊള്ള നടത്തി എന്നുണ്ടെങ്കിൽ ആര് നടത്തി? ഒരു കള്ളം വന്ന് രാത്രി മോട്ടിച്ചുകൊണ്ട് പോയതല്ല. ഉദ്യോഗസ്ഥര്, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പൊതുജനത്തെ സേവിക്കേണ്ട ആളുകൾ സംഘടിതമായി നടത്തിയ കൊള്ളയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് ശബരിമലയിൽ മാത്രമായിരിക്കും നടത്തിയിട്ടുള്ളത് എന്ന്? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു പത്രം വായിക്കുന്ന ആളെന്നുള്ള നിലയിൽ, ന്യൂസ് ചാനലുകൾ കാണുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഈ ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ മാത്രമായിട്ട് ഒതുങ്ങുമെന്നുള്ളത്. ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ശബരിമലയിൽ നിന്നും സംഘടിതമായി ഗൂഢാലോചന നടത്തി ഇത് കട്ടുകൊണ്ട് പോയവര് അവിടെ മാത്രമായിരിക്കും അത് ചെയ്തിട്ടുള്ളത്? ഒരിക്കലും ആയിരിക്കത്തില്ല. ഇത്ര പോലും സുരക്ഷയില്ലാത്ത ദേവസ്വം ബോർഡിന്റെ എത്രയോ ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളുണ്ട്, എത്രയോ അമ്പലങ്ങളുണ്ട്. അവിടുന്നൊക്കെ, അല്ലെങ്കിൽ അവിടെ ഒക്കെ ഇതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവും. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ, പൊതുജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ഇനി വരാനിരിക്കുന്ന സർക്കാരുകളാണെങ്കിലും കോടതികളാണെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. എന്ത്? ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള എല്ലാ ഈ പറയുന്ന തൂണും തുരുമ്പും വരെ ഓഡിറ്റ് ചെയ്യണം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളുടെ ചുമതല. ഈ സർക്കാർ ശമ്പളം എഴുതി വാങ്ങിച്ച് നിങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറി സൂചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോരാ. നിങ്ങളുടെ താഴെ നടക്കുന്ന കൊള്ള, തട്ടിപ്പ്, ഇതുപോലുള്ള ഗൂഢാലോചനകൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റണം. അതിനാണ് ജനങ്ങളുടെ നികുതി പണം എടുത്ത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഈ ഒരു കൊള്ള നടത്തി കഴിഞ്ഞിട്ട് അവനെ പിടിച്ച് ശിക്ഷിച്ചിട്ട് കാര്യമില്ല. ഈ സാധനങ്ങൾക്കൊന്നും, ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ സാധനങ്ങൾക്കൊന്നും, ഇവിടുന്ന് കട്ടുകൊണ്ട് പോയ സാധനങ്ങൾക്കൊന്നും വെറും വില മാത്രമല്ല, അതായത് അതിന് ഇത്ര ഗ്രാം തൂക്കമുണ്ട്, അതിന് ഇപ്പോഴത്തെ വില ഇത്രയാണ്, അങ്ങനെയല്ല നിങ്ങൾ വിലയിടേണ്ടത്. അതിനകത്ത് ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെ വിലയുണ്ട്. അതിന് നിങ്ങൾക്ക് വിലയിടാൻ പറ്റുമോ? ഇപ്പൊ ഇനി ഞാനൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തിന് നിങ്ങൾക്ക് വിലയിടാൻ പറ്റുമോ? ഞാൻ വിശ്വാസത്തോടെ ആയിരിക്കും അവിടെ പോകുന്നത്. ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും പോകുന്നത്. ആ എൻ്റെ വിശ്വാസത്തിന് നിങ്ങൾക്ക് വിലയിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളുടെ ആണെങ്കിലും, നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന ഒരു സാധനങ്ങൾക്കാണെങ്കിലും മാർക്കറ്റ് വാല്യൂ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവരൊക്കെ നടത്തിയ കൊള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവര് ഇത്രയും ഗ്രാം സ്വർണ്ണം, അല്ല ഇത്രയും കിലോ സ്വർണത്തിന് വേണ്ടിയാണ് ഇതൊക്കെ കട്ടുകൊണ്ട് പോയതെന്ന്? അല്ല. ഇതിനൊക്കെ കിട്ടുന്ന ഒരു പുരാവസ്തു വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ കിട്ടുന്ന, ശബരിമലയിൽ ഇരുന്ന ഇന്ന സാധനം എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. സർക്കാരും കോടതിയും നിയമപാലകരും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കൊള്ളകൾ പലതും നടന്നിട്ടുണ്ടാവും. ഇനിയെങ്കിലും നടക്കാനിരിക്കുന്ന കൊള്ളകൾ തടയുക, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള തടയുക.